താങ്ക് യു എവരി വൺ ഫോർ ജോയിനിങ്. നമ്മൾ പെന്തക്കോസ്തി പെരുന്നാളിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ഒന്നാമത്തെ പെന്തക്കോസ്തി പെരുന്നാൾ സീനായി മരുഭൂമിയിൽ ആണ് സംഭവിച്ചത്. ഒന്നാമത്തെ പെന്തക്കോസ്തി പെരുന്നാളിനെ കുറിച്ചുള്ള വിവരണം പുറപ്പാട് പുസ്തകം 19 അധ്യായം അതിന്റെ 16 വാക്യം. 3 ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളി. യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. നമ്മൾ അവിടെ വായിക്കുന്നത്, ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നത് കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ പെന്തക്കോസ്തിയിൽ സംഭവിച്ചത്. ഇതേക്കുറിച്ചാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. എബ്രായ ലേഖനം 12 അധ്യായം. എബ്രായ ലേഖനം 12 അധ്യായത്തിൽ സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. തീജ്വാലയിൽ ദൈവം അവരോട് സംസാരിച്ചു. തീനാളങ്ങൾ അവർക്ക് അഭിമുഖമായി നിന്ന് തീനാവുകൾ അവരോട് സംസാരിക്കാൻ തുടങ്ങി. തീനാവുകൾ അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ അതിനെ തിരസ്കരിച്ചു. അവരതിനെ നിരസിച്ചു. ഞങ്ങളോടിനി സംസാരിക്കരുതേ. അവരോട് സംസാരിക്കാൻ ആരംഭിച്ച ആ തീനാളങ്ങൾ പിൻവാങ്ങിപ്പോയി. ആ തീനാളങ്ങൾ കൽപ്പലകകളിൽ പതിഞ്ഞു. ആ കൽപ്പലകകളിൽ അത് കൽപ്പനയായി, പ്രമാണമായി മോശയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഒന്നാമത്തെ പെന്തക്കോസ്തി കൽപ്പലകകളിൽ അക്ഷരമായി കൊത്തിയ പ്രമാണം ജനം കൈയേറ്റുവാങ്ങി. എന്നാൽ രണ്ടാമത്തെ പെന്തക്കോസ്തിയിൽ ഒന്നാമത്തെ പെന്തക്കോസ്തിയെ അനുസ്മരിപ്പിക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ പെന്തക്കോസ്തിയിൽ പർവ്വതത്തിന് ചുറ്റും നിന്ന ജനത്തെ ഭയവിഹ്വലരാക്കിക്കൊണ്ട് ഇടിമുഴക്കവും കാഹളനാദവും വാക്കുകളുടെ ശബ്ദവും തീയും പുകയും ആയി പർവ്വതം പുകയാൻ തുടങ്ങി. എന്നാൽ രണ്ടാമത്തെ പെന്തക്കോസ്തി ആയപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, എന്നാൽ പെന്തക്കോസ്തി പെരുന്നാൾ വന്നപ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഒന്നാമത്തെ പെന്തക്കോസ്തിയിൽ അഗ്നിനാവുകൾ അവരോട് സംസാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേട്ടുവല്ലോ എന്നല്ല, അവർ ലിറ്ററലി കാണുകയാണ് അഗ്നിനാവുകൾ അവരോട് സംസാരിക്കുന്നത്. എന്നാൽ ആ ജനം അതിനെ നിരസിച്ചു. എന്നാൽ ഇവിടെ ഇതാ അഗ്നിനാവുകൾ രണ്ടാമത്തെ പെന്തക്കോസ്തിയിൽ അവിടെ പ്രത്യക്ഷമായി. അവിടെ എന്ത് സംഭവിച്ചു? അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഒന്നാമത്തെ പെന്തക്കോസ്തിയിൽ ആ അഗ്നിനാവുകൾ പിൻവാങ്ങി കൽപ്പലകകളിൽ സ്പർശിക്കുകയും കൽപ്പലകകളിൽ അത് പ്രമാണമായി മാറുകയും ചെയ്തു. ഒന്നാമത്തെ പെന്തക്കോസ്തിയിൽ അത് കൽപ്പലകകളിൽ
പ്രമാണമായി മാറി. എന്നാൽ രണ്ടാമത്തെ പെന്തക്കോസ്തി വന്നപ്പോൾ പ്രത്യക്ഷപ്പെട്ട തീനാവുകൾ കൽപ്പലകകളിലല്ല പതിഞ്ഞത്, പിന്നെയോ അവർ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അവർ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കമന്ററി എഴുതുകയാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം. ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിൽ അല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. ഈ കാലത്തെക്കുറിച്ച് യെരമ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത് അവർ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ ന്യായപ്രമാണം അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പോൾ ഒന്നാമത്തെ പെന്തക്കോസ്തിയിൽ അഗ്നിനാവുകൾ കൽപ്പലകകളിൽ എഴുതിയത്, രണ്ടാമത്തെ പെന്തക്കോസ്തിയിൽ ഹൃദയമെന്ന മാംസപ്പലകയിൽ പരിശുദ്ധ റൂഹ അഗ്നിനാവുകളായി രേഖപ്പെടുത്തുകയാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഒന്നാമത്തെ പെന്തക്കോസ്തിയിൽ കൽപ്പലകയിൽ പ്രമാണം എഴുതിയപ്പോൾ അന്ന് 3000 പേർ വെട്ടേറ്റ് വീണു. എന്നാൽ രണ്ടാമത്തെ പെന്തക്കോസ്തിയിൽ ഈ അഗ്നിനാവുകൾ അവരുടെ മേൽ പതിഞ്ഞപ്പോൾ 3000 പേർ ജീവനിലേക്ക്, പരിശുദ്ധ മാമോദിസായുടെ കൂദാശയിലൂടെ സഭയുടെ ജീവനിലേക്ക് പ്രവേശിച്ചു. ഒന്നാമത്തെ പെന്തക്കോസ്തിയിൽ അതാണ് സംഭവിച്ചത്. രണ്ടാമത്തെ പെന്തക്കോസ്തി വന്നപ്പോൾ ജീവന്റെ പ്രമാണം, അത് അക്ഷരത്തിന്റെ പഴക്കമല്ല, ആത്മാവിന്റെ പുതുക്കം. അത് കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിൽ എല്ലാവർക്കും നൽകുന്ന, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു എന്ന് അപ്പോസ്തലനായ പൗലോസ് വിവക്ഷിക്കുന്നു എങ്കിലും അതിന്റെ യഥാർത്ഥ ആത്മീയ അനുഭവത്തിലേക്ക് രണ്ടാമത്തെ പെന്തക്കോസ്തി നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഒന്നാമത്തെ പെന്തക്കോസ്തി എങ്ങനെ ആഘോഷിക്കണം, എങ്ങനെ ആചരിക്കണം എന്ന വിശദമായ വിവരണം ലേവ്യ പുസ്തകം 23 നമ്മൾ കാണുകയാണ്. ലേവ്യ പുസ്തകം 23 യഹോവയുടെ ഉത്സവങ്ങൾ, യഹോവയുടെ ഉത്സവങ്ങൾ എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങളും നിഷ്കർഷകൾ ഒക്കെ നൽകുന്നതാണ്. നിങ്ങൾ ആ ലേവ്യ പുസ്തകം 23-ാം അധ്യായം മുഴുവൻ വായിക്കാം. അപ്പൊ അവിടെ നിങ്ങൾ കാണുന്നത് പെസഹയുടെ പിറ്റേ ദിവസം തന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, അത് കഴിയുമ്പോൾ ആദ്യഫല പെരുന്നാൾ. ആദ്യഫല യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ഇത് ആദ്യഫല പെരുന്നാളാണ്. പിന്നെ അടുത്ത എഴുതുകയാണ്, ശബത്തിന്റെ പിറ്റന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിന്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബത്ത് തികയണം. 7-ാമത്തെ ശബത്തിന്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഭോജനയാഗം കഴിക്കണം. അപ്പം ഈ പെന്തക്കോസ്റ്റ് പെരുന്നാളിനെ മറ്റൊരു പേരാണ് ഫെസ്റ്റിവൽ ഓഫ് ഹാർവെസ്റ്റ് അഥവാ കൊയ്ത്തുത്സവം. കൊയ്ത്തുത്സവം. വേറൊരു പെരുന്നാൾ വാരോത്സവം, ദ ഫെസ്റ്റിവൽ ഓഫ് വീക്സ്. കാരണം 7 ആഴ്ച എണ്ണിയിട്ടാണ് വാരോത്സവം, ഫെസ്റ്റിവൽ ഓഫ് വീക്സ്. ഷാവൂത്ത് യഹൂദന്മാരുടെ. അപ്പം വാരോത്സവം എന്ന് വിളിക്കുന്നു, കൊയ്ത്തുത്സവം എന്ന് വിളിക്കുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നത്, പെസഹ കഴിഞ്ഞാൽ പിറ്റേ ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളുണ്ട്. അപ്പോൾ തന്നെ ആദ്യഫലക്കറ്റ സമർപ്പിക്കാൻ പറയുന്നു. ആദ്യഫലക്കറ്റ അവിടെ സമർപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ 50 ദിവസം കഴിയുമ്പോൾ വീണ്ടും ആദ്യഫലക്കറ്റ വെച്ചിട്ട് കൊയ്ത്തുത്സവം ആഘോഷിക്കാൻ പറയുന്നു. അപ്പൊ അവിടെ ഒരു പൊരുത്തക്കേട് നിങ്ങൾക്ക് തോന്നും. കാരണം 50 ദിവസം മുമ്പാണ് കൊയ്ത്തുത്സവം നടത്തിയത്. യഥാർത്ഥത്തിൽ ആദ്യഫലക്കറ്റ അവിടെ സമർപ്പിച്ചു. അതിനുശേഷം 50 ദിവസം കഴിയുമ്പോൾ വീണ്ടും ആദ്യഫലക്കറ്റ കൊണ്ടുവരാൻ പറയുകയാണ്. ഇപ്പൊ 2 ആദ്യഫല പെരുന്നാളാണ്. അതെങ്ങനെയാണ് 2 ആദ്യഫല പെരുന്നാൾ വരുന്നത്? കാരണം അവിടെ 2 കൊയ്ത്തുണ്ട്. ബാർലിയുടെ കൊയ്ത്തുമുണ്ട്, ഗോതമ്പിന്റെ കൊയ്ത്തുമുണ്ട്.
അതുകൊണ്ട് ഈ 2 കൊയ്ത്തുള്ളത് കൊണ്ടാണ് 2 ആദ്യഫലക്കറ്റ സമർപ്പിക്കാൻ പറയുന്നത്. ഈ ബാർലിയുടെ കൊയ്ത്തും ഗോതമ്പിന്റെ കൊയ്ത്തും തമ്മിൽ 50 ദിവസത്തെ വ്യത്യാസമുണ്ട്. 50 ദിവസം കഴിഞ്ഞാണ് അടുത്ത കൊയ്ത്ത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അത് കാണുന്നത്. നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ സംശയം വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. 2 കൊയ്ത്തുണ്ട്. അതുകൊണ്ട് 2 പ്രാവശ്യം ആദ്യഫലക്കറ്റ സമർപ്പിക്കുന്നുണ്ട്. ഒരു ആദ്യഫല പെരുന്നാളുണ്ട്. എന്നാൽ അതിന്റെ ഏറ്റവും എലാബറേറ്റ് ഫോമിലുള്ള ആദ്യഫല പെരുന്നാൾ പെന്തക്കോസ്തി പെരുന്നാളാണ്. പെന്തക്കോസ്തി പെരുന്നാൾ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് വെറുതെ ഇരിക്കും. അഴിയുന്നുവെങ്കിലോ അത് വളരെ ഫലം കൊടുക്കും. ക്രിസ്തു തന്റെ മരണത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുകയാണ്. അപ്പൊ 50 ദിവസം കഴിയുമ്പോൾ അതിന്റെ ഫലം വരികയാണ്, കൊയ്ത്ത്. അതായത് യെരുശലേം എന്ന നഗരത്തിൽ ക്രിസ്തു ആകുന്ന ഗോതമ്പ് മണി അഴിഞ്ഞു വീണു. എന്നാൽ 50 ദിവസം കഴിഞ്ഞപ്പോൾ അഴിഞ്ഞു വീണ ഗോതമ്പ് മണി, അത് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഗോതമ്പിന്റെയോ ഒരു മണിയല്ലയോ വിതയ്ക്കുന്നത്, എന്നാൽ അത് വലിയൊരു ശരീരമായി മാറുകയാണ്. ആ വിത്ത് ഒരു ശരീരമായി മാറുകയാണ്. ഒരു ഗോതമ്പ് മണി ഒരു ശരീരമായി മാറുക, ഒരു ചെടിയായി മാറുകയാണ്. അതാണ് സഭ, ബോഡി ഓഫ് ക്രൈസ്റ്റ്. അനേക ഗോതമ്പ് മണികളുള്ള കൊയ്ത്തിന് തയ്യാറായിരിക്കുന്ന ആ കൊയ്ത്തുത്സവം, അതാണ് പെന്തക്കോസ്തി. 1500 വർഷമായി പെന്തക്കോസ്തി ആചരിക്കുവാൻ അവർ കൊയ്ത്തുത്സവം ആചരിച്ചുകൊണ്ടിരുന്നെങ്കിൽ സാക്ഷാൽ കൊയ്ത്ത്, ബാർലി കൊയ്യുന്നതോ ഗോതമ്പ് കൊയ്യുന്നതോ അല്ല, സാക്ഷാൽ കൊയ്ത്ത്. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും, മീൻ പിടിച്ചുകൊണ്ടിരുന്നവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കൂ എന്ന് പറഞ്ഞ ആ വാഗ്ദാനം ആർക്ക് കിട്ടിയോ ആ ശീമോൻ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ 3000 പേർ സഭയോട് ചേരുകയാണ്. 3000 ധാന്യമണികൾ ഒറ്റ ദിവസം. അപ്പൊ അതാണ് പെന്തക്കോസ്തി. പെന്തക്കോസ്തി എന്ന് പറഞ്ഞാൽ കൊയ്ത്തിന്റെ ഉത്സവമാണ്, കൊയ്ത്തിന്റെ ഉത്സവമാണ്. പിന്നെ പെന്തക്കോസ്ത് പെരുന്നാൾ എങ്ങനെ ആചരിക്കണം എന്ന് ലേവ്യ പുസ്തകം 23 നിങ്ങൾ വായിക്കുന്നുണ്ട്, പുറപ്പാട് പുസ്തകം 23 ഉണ്ട്. അപ്പൊ അതേക്കുറിച്ച് വിശദീകരിക്കുമ്പം പുളിപ്പുള്ള 2 അപ്പം ചുടണം, പുളിപ്പുള്ള അപ്പം ചുടണം. ഈ പഴയ നിയമത്തിൽ നിങ്ങൾ വായിക്കുമ്പം യഹോവയുടെ ഉത്സവങ്ങള്, സമാഗമന കൂടാരം, അവിടെയെല്ലാം നിങ്ങൾ വായിക്കുമ്പം പുളിപ്പ് പാപത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കാര്യത്തിലും പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കുന്നില്ല, എല്ലാത്തിലും പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിക്കുന്നു. പുളിപ്പുള്ള അപ്പം ഒന്നിലും ഉപയോഗിക്കത്തില്ല, പക്ഷെ ഒറ്റ സ്ഥലത്ത് മാത്രം, അത് പെന്തക്കോസ്തി പെരുന്നാളിനാണ്. ബാക്കി സകല സ്ഥലങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പം, പുളിപ്പില്ലാത്ത അപ്പം, പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറഞ്ഞു വന്നിട്ട് പെന്തക്കോസ്ത് പെരുന്നാളിന്റെ നിർദ്ദേശം വരുമ്പോൾ അവിടെ പറയുകയാണ് പുളിപ്പുള്ള അപ്പം, പുളിപ്പുള്ള മാവ് കൊണ്ട് 2 അപ്പം ചുടണം, പുളിപ്പുള്ള മാവ് കൊണ്ട് 2 അപ്പം ചുടണം. അത് യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അതിൽ ഒരപ്പം ജാതികളെയും മറ്റേ അപ്പം യഹൂദനെയും സൂചിപ്പിക്കുകയാണ്. 2 അപ്പം എന്ന് പറഞ്ഞാൽ ജാതികളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, ജാതികളെ കണ്ടാൽ കൊല്ലണമെന്ന് പറയുന്ന യഹൂദനെ കൊണ്ട് ആ ജാതികളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരപ്പം ദൈവസന്നിധിയിൽ അവരുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവലിന് ദൈവം നീരാജനം ചെയ്യിക്കുകയാണ്. യഹൂദൻ അത് കാണാൻ അവന്റെ ഐ ഓഫ് ദ മൈൻഡ് ഓപ്പൺ ആയില്ല. എന്നാൽ സുറിയാനി സഭ ഇന്നും ആ പാരമ്പര്യമാണ് പിന്തുടരുന്നത്. അവരുടെ എല്ലാ കുർബാനകളിലും സകല മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഏറ്റവും പ്രധാന സമയത്ത് സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്നല്ല, ആ ദേശത്തുള്ള അവിശ്വാസികളായ ആളുകളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടി, മരിച്ചു പോയിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അതാണ് ആ സ്നേഹം. അപ്പൊ ഈ പെന്തക്കോസ്തി പെരുന്നാളിന് പുളിപ്പുള്ള 2 അപ്പം എടുത്തു വെച്ചിട്ട് ഇവർ ആ പെരുന്നാളിൽ സമർപ്പിക്കുകയാണ്. ഒന്ന് ജാതികൾ, മറ്റേത് യഹൂദന്മാർ. എന്നാൽ പെന്തക്കോസ്ത് പെരുന്നാളിൽ പരിശുദ്ധാത്മാവ് വരികയാണ്. പരിശുദ്ധാത്മാവ് വന്നിട്ട് എന്ത് ചെയ്യാണ്? യൂണിഫൈ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് ഭിന്നിപ്പിക്കുകയല്ല, ഐക്യപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഐക്യപ്പെടുത്തുന്നത്? ജാതികളെയും യഹൂദന്മാരെയും ഒരുമിച്ച് ക്രിസ്തുവിന്റെ
അപ്രമേയ ധനത്തിന് അവകാശികളും പങ്കാളികളും ആക്കി മാറ്റുകയാണ്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നമ്മൾ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. മുമ്പേ ശത്രുക്കളായിരുന്ന നമ്മളെ അവൻ പുത്രന്മാരും പുത്രിമാരും ആക്കി മാറ്റിയിരിക്കുന്നു. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന നമ്മളെ അവൻ സ്വർഗീയ പൗരത്വം നൽകി ആദരിച്ചിരിക്കുന്നു. We were alienated from the Commonwealth of Israel, but now, ഇപ്പോൾ നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ശത്രുക്കളായിരുന്നപ്പോൾ നമ്മെ അവൻ സ്നേഹിച്ചു. ഈ പരിശുദ്ധാത്മാവ് ഈ രണ്ടപ്പത്തെയും കൂടെ ഒരൊറ്റ അപ്പമാക്കി മാറ്റി. അതാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ശ്ലീഹ എഴുതുന്നത്, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. ആകയാൽ ക്രിസ്തുയേശുവിൽ ഇനി ജാതിയെന്നോ യഹൂദനെന്നോ വേർതിരിവില്ല, ബർബരനെന്നോ ജ്ഞാനിയെന്നോ വ്യത്യാസമില്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ല. എല്ലാത്തരം ഡിസ്ക്രിമിനേഷൻസിനെയും മാറ്റുന്ന പരിശുദ്ധ റൂഹായുടെ അഭിഷേകം. അതാണ് അപ്പോസ്തലനായ പത്രോസിന്റെ പ്രസംഗം. നമ്മൾ അതിന് പ്രസംഗത്തിലേക്ക് പോകണം. അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുകയാണ്. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യപ്പെട്ടതാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ് will be eradicated. ലിംഗവിവേചനം മാറ്റുന്ന പ്രവചനമാണ്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ആധുനിക ലോകത്ത് ലിംഗവിവേചനത്തിനെതിരായിട്ടൊക്കെയുള്ള പല മൂവ്മെന്റുകൾ, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ദൈവത്തിന്റെ ആത്മാവ് യോവേൽ പ്രവാചകനിലൂടെ പറഞ്ഞു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ജെൻഡർ ഡിസ്ക്രിമിനേഷൻസിനെ മാറ്റുക, ലിംഗവിവേചനം. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. വൃദ്ധന്മാരെ ഉപേക്ഷിക്കുന്ന, വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ യൗവനക്കാരെയും വൃദ്ധന്മാരെയും ഒരുമിച്ചിടുകയാണ്. പ്രായവ്യത്യാസത്തെ മാറ്റുക, പ്രായവ്യത്യാസത്തെ. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ആത്മാവിനെ പകരും. എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും മാറ്റുകയാണ്. അപ്പോസ്തലൻ പൗലോസ് പിന്നീട് അതേക്കുറിച്ച് എഴുതുമ്പോൾ വിശദമായിട്ട് എഴുതുകയാണ്, ക്രിസ്തുവിൽ ഗ്രീക്കുകാരനെന്നോ യവനനെന്നോ യഹൂദനെന്നോ ഭേദമില്ല. നോ ഗ്രീക്ക്, നോ ജൂ. ക്രിസ്തുയേശുവിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. അതുവരെ രണ്ടായിരുന്ന ആ അപ്പം ഒന്നായി മാറി. അതാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയേണ്ടത്, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകും. നമ്മെ ഒന്നിച്ച് ക്രിസ്തുയേശുവിൽ പണിയുകയാണ്, ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അപ്പൊ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നതാണ് പെന്തക്കോസ്തി. പെന്തക്കോസ്തി എന്ന് പറഞ്ഞാൽ ഐക്യത്തിൻ്റെതാണ്, വിഭജനത്തിൻ്റെതാണ്. ഇന്നിപ്പം ഡിവോഴ്സുകൾ വർദ്ധിക്കുന്ന കാലമാണ്. ഡിവോഴ്സ്, ഫാമിലി ഡിവോഴ്സ് തന്നെയല്ല, എല്ലാ മേഖലകളിലും ഡിവോഴ്സാണ്. കഴിഞ്ഞ ദിവസം മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴേ കുറച്ച് ആളുകൾ പറയാം, നമുക്ക് ദക്ഷിണേന്ത്യ അങ്ങ് വിഭജിച്ചുകൊണ്ട് പോവാം. നമ്മുടെ ചിന്ത അങ്ങനെയാണ് വരുന്നത്, വിഭജിക്കുക, സഭയെ വിഭജിക്കുക, സഭകൾ വിഭജിച്ചു പോവാം. നമുക്ക് നമ്മുടെ വഴി, അവർക്ക് അവരുടെ വഴി. പക്ഷെ പെന്തക്കോസ്തി എന്ന് പറഞ്ഞാൽ യുണൈറ്റ് ചെയ്യുക, ഒരുമിച്ച് കൊണ്ടുവരും. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടത്. ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടത്. സോ ഈ സമയത്ത് നമുക്ക് ആ പെന്തക്കോസ്തിയുടെ സ്പിരിറ്റ്, പെന്തക്കോസ്തിയുടെ എൻലൈറ്റ്മെന്റ് മലങ്കര സഭയിലും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതായിരിക്കട്ടെ നമ്മുടെ പെന്തക്കോസ്തിയുടെ പ്രാർത്ഥന. ഒരുമിപ്പിക്കുന്ന, ഒരുമയുടെ, ഐക്യത്തിന്റെ, ഒന്നായിത്തീരലിന്റെ ആത്മാവ്. രണ്ടപ്പമായിരുന്നു അന്ന് വരെ, പക്ഷെ അത് ഒരപ്പമായി മാറി. നിങ്ങൾ ഇനി
ചിന്തിക്കുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലെ ടെലിവിഷനൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് വായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യം മനസ്സിലാവും. ദൈവം ഇതൊക്കെ പറയുന്നത് എവിടെ വെച്ചാ? ദൈവം ഇതെല്ലാം പറയുന്നത് മരുഭൂമി വെച്ചാ, സീനായി മലയുടെ മുകളിൽ വെച്ചാണ് പറയുന്നത്. നിങ്ങൾ കൊയ്ത്ത് നടത്തണം, കൊയ്ത്ത് നടത്തിയിട്ട് ആദ്യം കറ്റ കൊണ്ട് വെക്കണം, പിന്നെ 50 ദിവസം കഴിയുമ്പോൾ അടുത്ത കൊയ്ത്ത് വരുമ്പോൾ ആ കറ്റയും കൊണ്ട് വരണം. അങ്ങനെ കൊയ്ത്തുത്സവം ആഘോഷിക്കണം. എവിടെ? മരുഭൂമിയിൽ എവിടെയാ കൊയ്ത്തിരിക്കുന്നത്? മരുഭൂമിയിൽ എവിടെയാ കൃഷി ഇരിക്കുന്നത്? അപ്പൊ പിറ്റേ വർഷം ഇവർക്ക് ഇത് ആചരിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ കൊയ്ത്തില്ല, കറ്റയില്ല. അതിന്റെ പിറ്റേ വർഷം പറ്റത്തില്ല, അതിന്റെ പിറ്റേ വർഷം പറ്റത്തില്ല. ജനം കനാനിൽ ചെന്നതിന് ശേഷം മാത്രമാണ് ഈ പെന്തക്കോസ്തി ആഘോഷിക്കാൻ പറ്റുന്നത്. ഇവിടെ അപ്പമില്ല, കറ്റയില്ല, കൃഷിയില്ല, വിളവില്ല, കൊയ്ത്തില്ല, മരുഭൂമിയിലാണ്. അപ്പൊ 40 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ ഈ പെന്തക്കോസ്തി ആചരിക്കുന്നത്. ഇവിടെയാണ് എന്നെ ഈ ഓൺലൈനിൽ വിമർശിക്കുന്ന ചില സുഹൃത്തുക്കൾ തൊടുത്തുവിടുന്ന ചോദ്യങ്ങളുണ്ട്, അവരുയർത്തുന്ന ചോദ്യങ്ങൾ. ചില സുറിയാനി സഭക്കാരും എന്നോട് സ്വകാര്യമായി ചോദിക്കാറുണ്ട്, ഈ സഭ തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഈ പുരോഹിതന്മാർക്ക് വേഷമുണ്ടായിരുന്നു? ഈ സഭ തുടങ്ങിയ സമയത്ത് തന്നെ അച്ഛന്മാരുണ്ടായിരുന്നു? ഈ സഭ തുടങ്ങിയ സമയത്ത് തന്നെ മേൽപ്പെട്ടക്കാരായിട്ട് അങ്ങനെ 3 ടയർ ഹൈറാർക്കിക്കൽ പ്രീസ്റ്റ്ഹുഡ് സിസ്റ്റം അവിടെ AD 100 അങ്ങനെയുള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് യഹോവയായ ദൈവം കൽപ്പന കൊടുത്ത് അന്ന് തൊട്ട് പെന്തക്കോസ്തി പെരുന്നാൾ ആചരിച്ചില്ല. പെന്തക്കോസ്തി പെരുന്നാൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരാൻ ഒരു പീരീഡ് ഓഫ് ടൈം എടുത്തു. അതുപോലെ തന്നെ പരിശുദ്ധ റൂഹ വന്ന് പെന്തക്കോസ്ത് നാളിൽ സഭയെ ജനത്തിന്, ലോകത്തിന് വെളിപ്പെടുത്തി കഴിഞ്ഞെങ്കിലും അതിന്റെ സംവിധാനങ്ങൾ ക്രമമായിട്ട് വരാൻ ഒരു ടൈം പീരീഡ് എടുത്തിട്ടുണ്ട്. അതിലാർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്ഷൻ യഹോവയായ കർത്താവിനോടും മോശയോടും വേണം ഒബ്ജക്റ്റ് ചെയ്യുവാൻ. കാരണം നിങ്ങൾ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ, ആദ്യത്തെ വർഷം തൊട്ട് തന്നെ പെന്തക്കോസ്തി ആചരിക്കണമായിരുന്നു. നിങ്ങൾ മരുഭൂമിയിൽ തന്നെ കൊയ്ത്ത് നടത്തണമായിരുന്നു. പാരമ്പര്യങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കുന്ന നിങ്ങൾ ഓർക്കുക, അതാണ് പാരമ്പര്യം, അതാണ് പാരമ്പര്യം. അതുകൊണ്ടാണ് നിങ്ങളെ 1-ാം നൂറ്റാണ്ട് തൊട്ട് ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഇല്ലായിരുന്നു എന്ന് ചിലർ പറയാറുണ്ട്. ചില ചർച്ച് ഹിസ്റ്റോറിയൻസ് അങ്ങനെ എഴുതുന്നു. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഈ 40 കൊല്ലം ഈ പെരുന്നാളിന് ബ്രേക്കാണ്, ഗ്യാപ്പാണ്. ഒരു പുതിയ കൽപ്പന ദൈവം കൊടുത്തപ്പോൾ അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് വരുവാൻ ആ ടൈം എടുത്തു. അവർക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾ കാരണം മരുഭൂമിയിൽ അവർക്ക് സമാഗമന കൂടാരമുണ്ട്, അവർക്ക് പെരുന്നാളുകളുണ്ട്, ദൈവത്തെ അവർ ആരാധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ അവർക്ക് കൃഷിയില്ല, അവർക്ക് വിളവില്ല. അപ്പൊ കൊയ്ത്തുത്സവം അവിടെ എങ്ങനെ നടക്കും? അതാണ് പെന്തക്കോസ്തി. ഈ പെന്തക്കോസ്തിയിൽ ഈ 2 അപ്പം ഒന്നായി മാറുകയാണ്. യഹൂദന്മാരുടെ പെന്തക്കോസ്ത് പെരുന്നാളിന്, എല്ലാ പെന്തക്കോസ്ത് പെരുന്നാളിനും അവർക്ക് സ്ക്രിപ്ചർ റീഡിംഗ് പോർഷൻസ് ഉണ്ട്, തിരുവെഴുത്തിന്റെ വായനയുണ്ട്. ആ വായനാക്രമം, അതായത് വായനപ്പടി, അപ്പൊ യഹൂദന്മാരുടെ ആ പാരമ്പര്യത്തിൽ നിന്നാണ് സുറിയാനി സഭയിൽ വായനാപ്പടി ഉണ്ടായിരിക്കുന്നത്. പറഞ്ഞാൽ ഒരു വർഷം മുഴുവൻ ഏതെല്ലാം പെരുന്നാളിന് ഏതെല്ലാം വായന ഭാഗം വായിക്കണം, ഏതെല്ലാം സൺഡേ ഏതെല്ലാം ഏവങ്കേലിയം വായിക്കണം, ഏത് സ്ലീഹ വായിക്കണം, പഴമ വായിക്കുന്നത് എങ്ങനെയായിരിക്കണം, ഇത് മുഴുവൻ വായനപ്പടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ്സ് എ ജൂവിഷ് പാരമ്പര്യമാണ്, യഹൂദ പാരമ്പര്യം. ഇപ്പൊ യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ പെന്തക്കോസ്തിക്ക് വായിക്കേണ്ട വായനാഭാഗങ്ങളുണ്ട്. പെന്തക്കോസ്തി പെരുന്നാളിന് വായിക്കേണ്ട വായനാഭാഗങ്ങളിൽ എന്റെ സവിശേഷ ശ്രദ്ധ ആകർഷിച്ച ഒരു വായനാഭാഗം നിങ്ങൾ സെർച്ച് ചെയ്താലും കിട്ടും. പെന്തക്കോസ്തിക്ക് വായിക്കേണ്ട ഭാഗങ്ങൾ അതിലൊന്ന് രൂത്തിന്റെ പുസ്തകമാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങൾ പെന്തക്കോസ്തി പെരുന്നാളിന് യഹൂദന്മാർ വായിക്കുന്ന പതിവുണ്ടായിരുന്നു എന്നതല്ല, രൂത്തിന്റെ പുസ്തകം മുഴുവനായി വായിക്കുന്ന പതിവുണ്ടായിരുന്നു. അത് രൂത്തിന്റെ ഹോൾ ബുക്ക്, വേറൊരു ബുക്കും അങ്ങനെ വായിക്കുന്നില്ല, ഹോൾ ബുക്ക്. രൂത്തിന്റെ പുസ്തകം 4 അധ്യായമാണ് രൂത്തിന്റെ പുസ്തകത്തിലുള്ളത്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ നോക്കുമ്പോൾ രൂത്ത് മോവാബിലാണ്. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം നിങ്ങൾ നോക്കുമ്പോൾ രൂത്ത് വയലിലാണ്.
രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ നോക്കുമ്പോൾ രൂത്ത് കളത്തിലാണ്. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം നിങ്ങൾ നോക്കുമ്പോൾ രൂത്ത് വീട്ടിലാണ്. അക്സെപ്റ്റഡ്. അപ്പോൾ മൊവാബ്യ സ്ത്രീയായ രൂത്ത്, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്ത രൂത്ത്, യഹോവയുടെ സന്നിധിയിൽ 10-ാം തലമുറക്കാരന് പോലും പ്രവേശിക്കാൻ അർഹതയില്ലാത്ത, അനുമതിയില്ലാത്ത വിലക്കുകൾ നിലനിൽക്കുന്ന മൊവാബ്യ വംശത്തിൽപ്പെട്ട രൂത്ത്, ആ രൂത്ത് ദാവീദിന്റെ വല്യമ്മയായി മാറുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നമ്മൾ രൂത്തിന്റെ പുസ്തകത്തിൽ കാണുന്നത്. ആ രൂത്തിന്റെ പുസ്തകം എല്ലാ പെന്തക്കോസ്ത് നാളിലും ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ചരിത്രം, ഒരു യഹൂദനും ഓർക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു ചരിത്രം, തങ്ങളുടെ കുടുംബ ചരിത്രത്തിലെ അല്ലെങ്കിൽ വംശചരിത്രത്തിലെ ഒരു കറുത്ത പാടായിട്ട് കിടക്കുന്ന, ഒരു ഇരുണ്ട അധ്യായമായിട്ട് മറന്നു കളയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിജാതീയ സ്ത്രീ തങ്ങളുടെ ലൈനേജിൽ വന്ന് പെട്ടു എന്നുള്ള സ്വാഭാവികമായി വല്ലവരും മറക്കാൻ ആഗ്രഹിക്കുന്ന ആ ചരിത്രം ഓരോ പെന്തക്കോസ്ത് നാളിലും ആ പുസ്തകം മുഴുവനായിട്ട് ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി അത് റീഡ് ചെയ്യണമെന്ന് നിഷ്കർഷയുണ്ടായിരുന്നു. ഓരോ പെന്തക്കോസ്ത് പെരുന്നാളിനും അവർ രൂത്തിന്റെ പുസ്തകം മുഴുവൻ വായിക്കുമായിരുന്നു. കാരണം ക്രിസ്തുവിന്റെ വംശാവലിയിൽ നമ്മൾ ആ രൂത്തിനെ കാണുന്നുണ്ട്. ക്രിസ്തുവിന്റെ വംശാവലിയിൽ നമ്മൾ വേശ്യയായ റാഹാബിനെ കാണുന്നുണ്ട്. വേണമെങ്കിൽ മറക്കാമായിരുന്നു, മായ്ച്ചു കളയാമായിരുന്നു. അവരത് ചെയ്തിട്ടില്ല. റൂത്തിന്റെ വംശാവലിയിൽ അമ്മായിയപ്പനിൽ നിന്ന് ഗർഭിണിയായ താമാറിനെ നമ്മൾ കാണുന്നുണ്ട്. യേശുവിന്റെ വംശാവലിയിൽ അമ്മായിയപ്പനിൽ നിന്ന് ഗർഭിണിയായ താമാറിനെ നമ്മൾ കാണുന്നുണ്ട്. യേശുവിന്റെ വംശാവലിയിൽ വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ബത്ശേബയെ നമ്മൾ കാണുന്നുണ്ട്. യേശുവിന്റെ വംശാവലിയിൽ വിജാതീയ സ്ത്രീയായ രൂത്തിനെയും വേശ്യയായ റഹാബിനെയും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പെട്ടുപോയ ബത്ശേബയെയും സ്വന്തം അപ്പായിയപ്പനിൽ നിന്ന് ഗർഭിണിയായ താമാറിനെയും നമ്മൾ കാണുന്നുണ്ട്. ആരെല്ലാം ആ വംശാവലിയിൽ ഉണ്ടെങ്കിലും, ആരെല്ലാം ആ വംശാവലിയിൽ അതിനുശേഷം വന്നാലും അവരെ മുഴുവൻ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധിയുടെ നിറകുടമായി പരിശുദ്ധ മറിയത്തെ നമ്മൾ കാണുന്നുണ്ട്. യേശു കർത്താവ് അവളിൽ നിന്ന് ഉൽപാദിതനായി. ഇതെല്ലാം എഴുതപ്പെട്ടു. ഇതൊന്നും വിസ്മരിക്കുന്നില്ല, ഒരു ചരിത്രവും വിസ്മരിക്കുന്നില്ല, ഒന്നും മറച്ചു വെക്കുന്നില്ല, ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. ഈ പെന്തക്കോസ്ത് പെരുന്നാളിന് രൂത്തിന്റെ പുസ്തകം മുഴുവൻ വായിക്കുക. കാരണം എന്താണെന്നറിയാമോ? ഒരു യവക്കൊയ്ത്തിന്റെ സമയത്താണ് അവൾ ബെയ്ത്തലഹേമിലേക്ക് വരുന്നത്. ഒരു യവക്കൊയ്ത്തിന്റെ സമയത്താണ് അവൾ ബെയ്ത്തലഹേമിലേക്ക് വരുന്നത്. ആ ബെയ്ത്തലഹേമിൽ രൂത്ത് വന്ന് ബോവസിന്റെ കളത്തിൽ കിടന്നു. ആ ബോവസിന്റെ കളം എവിടെയായിരുന്നോ അതേ കളത്തിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗോശാലയിൽ പരിശുദ്ധ മറിയം ഉണ്ണിയേശുവിനെ കൊണ്ട് കിടത്തി. വിജാതീയ സ്ത്രീയായ രൂത്തിനെ ബോവസ് എങ്ങനെ സ്വീകരിച്ചോ അങ്ങനെ സകല ജാതികൾക്കും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ആ ബോവസിന്റെ കളത്തിലെ കാലിത്തൊഴുത്തിൽ ഇതാ പിറന്നിരിക്കുകയാണ്. ആ രൂത്ത് വലിയമ്മയാണ് ദാവീദിന്റെ. ദാവീദ് ജനിക്കുന്നത് ഒരു പെന്തക്കോസ്ത് പെരുന്നാളാണ്. ദാവീദ് ജനിക്കുന്നത്, ദാവീദ് മരിക്കുന്നതും ഒരു പെന്തക്കോസ്ത് പെരുന്നാളിന്. യഹൂദന്മാർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. പ്രവാചകന്മാർ എപ്പോഴും ജനിക്കുന്ന ദിവസം തന്നെ മരിക്കും. ദാവീദ് ജനിച്ചതും ഒരു പെന്തക്കോസ്തിക്കാണ്, ദാവീദ് മരിച്ചതും ഒരു പെന്തക്കോസ്തിക്കാണ്. അതുകൊണ്ട് എല്ലാ പെന്തക്കോസ്ത് പെരുന്നാൾ വരുമ്പോഴും തങ്ങളുടെ പാട്രിയാർക്ക് ദാവീദിനെ യഹൂദന്മാർ ഓർക്കും. ഓർക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം ഓർമ്മകളുള്ളവരാണ് യഹൂദന്മാർ. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. സ്മരണകളുള്ളവരാണ് യഹൂദന്മാർ. ഒന്നും വിസ്മരിക്കത്തില്ല. ഓരോന്നിനും ഓർമ്മസ്തംഭങ്ങൾ, സ്മാരക ശിലകൾ സ്ഥാപിച്ച് കടന്നു പോകുന്നവരാണ്. യോർദാന്റെ അടിത്തട്ടിൽ പോലും സ്മാരക ശിലകളെ സ്ഥാപിച്ച പാരമ്പര്യമാണ് ദൈവത്തിന്റെ ജനത്തിനുള്ളത്.
അതുകൊണ്ട് ആ അനുസ്മരണം, ദാവീദിന്റെ അനുസ്മരണം നടക്കുന്ന ദിവസമാണ് പെന്തക്കോസ്തി. ദാവീദിന്റെ കല്ലറയെ സന്ദർശിക്കുന്ന ദിവസമാണ് പെന്തക്കോസ്തി. ദാവീദിന്റെ കല്ലറയെ പോയി അലങ്കരിക്കുന്ന ദിവസമാണ് പെന്തക്കോസ്തി. ദാവീദിന്റെ കല്ലറയിൽ ആളുകൾ ചെല്ലുന്ന ദിവസമാണ് പെന്തക്കോസ്തി. അതുകൊണ്ടാണ് പ്രസംഗം മുന്നോട്ട് വരുമ്പോൾ പത്രോസ് പറയുകയാണ്, ദാവീദിന്റെ കല്ലറ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. ദാവീദിന്റെ ഓർമ്മ പെരുന്നാൾ വന്നാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് ദാവീദിന്റെ കല്ലറ നമ്മുടെ ഇടയിൽ. കാരണം അന്നത്തെ ദിവസം റെലവന്റ് ആയിട്ടുള്ള അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഈ ദാവീദിന്റെ കല്ലറയെ ഓർക്കുക എന്നുള്ളത്. ദാവീദിന്റെ കല്ലറയെ ഓർക്കാണ്. ഈ പെന്തക്കോസ്തി പെരുന്നാൾ ഈ രണ്ടപ്പത്തെ ഒന്നാക്കി മാറ്റുന്ന പെരുന്നാളാണ്. കലക്കങ്ങളെ മാറ്റുകയാണ്. നമ്മൾ ബാബേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബാബേലിൽ ഭാഷ കലങ്ങിപ്പോയി. കാരണം ദൈവത്തോടുള്ള മത്സരമായിരുന്നു. ബാബേലിൽ ഭാഷ കലങ്ങിപ്പോയി. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം, വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളിച്ച്. റിബല്യനാണ്. ആ റിബല്യൻ, അതിൽ ഡിവിഷൻസ് ഉണ്ടാകുകയാണ്, ഭിന്നതകൾ ഉണ്ടാകുകയാണ്, കൺഫ്യൂഷൻസ് ഉണ്ടാകുകയാണ്, കലക്കങ്ങൾ ഉണ്ടാകുകയാണ്. പക്ഷേ പെന്തക്കോസ്തിയിൽ വന്നപ്പോൾ അവരെ മുഴുവൻ യൂണിഫൈ ചെയ്യുക. പരസ്പരം മനസ്സിലാക്കാത്ത ഭാഷകൾ സംസാരിച്ചുകൊണ്ടിരുന്നവർ ഒന്നായിത്തീരുകയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ ആഗമനത്തിൽ. അതാണ് നമ്മൾ കാണുന്നത് പെന്തക്കോസ്തി നാളിൽ. പെന്തക്കോസ്തി നാൾ ഐക്യത്തെ കൊണ്ടുവരുന്നു. പെന്തക്കോസ്തി നാൾ സമാധാനത്തെ കൊണ്ടുവരുന്നു. പെന്തക്കോസ്തി നാൾ ആഹ്ലാദത്തെ കൊണ്ടുവരുന്നു. കാരണം പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നത് പോലെ ഇവർ മത്തരായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. പെന്തക്കോസ്ത് ആഹ്ലാദത്തിൻ്റെതാണ്. പെന്തക്കോസ്ത് ഐക്യത്തിൻ്റെതാണ്. പെന്തക്കോസ്തി സമാധാനത്തിൻ്റെതാണ്. അതുപോലെ പെന്തക്കോസ്തി പരസ്പരം മനസ്സിലാക്കുന്നതിൻ്റെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രഹിച്ച് തിരിച്ച് അറിയുന്ന ദിവസം. അതാണ് പെന്തക്കോസ്തി. ആരും ആരെയും അറിയാത്ത ഒരനുഭവമല്ല, പരസ്പരം തിരിച്ചറിയുന്ന ഒരനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന പെരുന്നാൾ. അതാണ് പെന്തക്കോസ്തിയുടെ പ്രത്യേകത. അക്ഷരത്തിന്റെ പഴക്കം കൽപ്പലകകളിൽ മരണം വിതച്ചപ്പോൾ ആത്മാവിന്റെ പുതുക്കം മാംസപ്പലകകളിൽ ജീവനെ പ്രദാനം ചെയ്തു. പെന്തക്കോസ്തി വന്നപ്പോൾ ആളുകൾ ജീവനിലേക്ക് മാറി. അപ്പൊ ഈ പെന്തക്കോസ്തി ജീവന്റേതാണ്. പെന്തക്കോസ്തി സമാധാനത്തിൻ്റെതാണ്. പെന്തക്കോസ്തി സ്നേഹത്തിൻ്റെതാണ്. പെന്തക്കോസ്തി ഐക്യത്തിൻ്റെതാണ്. പെന്തക്കോസ്തി ഒന്നായിത്തീരലിൻ്റെതാണ്. പലരായിരുന്ന നാം ഒന്നായിത്തീർന്നു. തനിക്ക് മൂന്നാം ക്രമം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും തമ്പുരാനെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും എനിക്ക് യോഗ്യമാകുന്നു. പരിശുദ്ധ റൂഹായെ കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്. ദൈവം പള്ളികളെ ശുദ്ധീകരിക്കുന്നവനും സകല ദൈവിക ശുശ്രൂഷകളും പൂർത്തിയാക്കുന്നവനുമാകുന്നു. അവൻ ആചാര്യത്വം നൽകുന്നവനും മാമോദീസായെ പൂർണ്ണമാക്കുന്നവനും
കൂദാശകളെ വിശുദ്ധീകരിക്കുന്നവനും പാപങ്ങളെ പരിഹരിക്കുന്നവനുമാകുന്നു. റൂഹാഴമേറിയ കാര്യങ്ങൾ പരിശോധിക്കുന്നവനും നിഗൂഢ കാര്യങ്ങൾ സംസാരിക്കുന്നവനും ഭാവി സംഗതികൾ അറിയിക്കുന്നവനും അത്ഭുതകർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവനുമാകുന്നു. വിശുദ്ധ റൂഹ എടുക്കുന്നവനാകുന്നു, എടുക്കപ്പെടുന്നവനല്ല. അവൻ പൂർത്തീകരിക്കുന്നവനാകുന്നു, പൂർത്തീകരിക്കപ്പെടുന്നവനല്ല. സംസാരിക്കുന്നവനാകുന്നു, സംസാരിക്കപ്പെടുന്നവനല്ല. ശുദ്ധീകരിക്കുന്നവനാകുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നവനല്ല. ദൈവമാക്കുന്നവനാകുന്നു, ദൈവമാക്കപ്പെടുന്നവനല്ല. റൂഹ സ്വയമായി ചലിക്കുന്നു, റൂഹ സ്വയമായി അധികാരമുള്ളവനാകുന്നു. റൂഹ സ്വന്തം ശക്തിയാൽ ബലവാനാകുന്നു. റൂഹ സ്വന്തം മഹത്വത്താൽ മഹനീയനാകുന്നു. റൂഹ സ്വന്തം പ്രാബല്യത്താൽ പ്രബലനാകുന്നു. നമ്മൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെന്തക്കോസ്ത് പെരുന്നാളിന് ഈ സൺഡേ ശുശ്രൂഷയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർ മനസ്സിലാക്കുക, തൃത്വത്തെ ഇത്രയും വ്യക്തമായി വരച്ച് കാണിക്കുന്ന പ്രാർത്ഥനകൾ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. 3 ക്രമമാണ് ശുശ്രൂഷയിൽ. ഒന്ന് പിതാവിൻ്റെത്, രണ്ടാമത് പുത്രൻ്റേത്, മൂന്നാമത്തത് അവസാനത്തേതായിട്ട് പരിശുദ്ധ റൂഹായുടേത്. അപ്പം 3ാമത്തെ ക്രമം വരുമ്പോൾ ആ വായിക്കപ്പെടുന്ന സെതറയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. പരിശുദ്ധ റൂഹായെ കുറിച്ചുള്ള എല്ലാ ധാരണകളും തെറ്റിദ്ധാരണകളും മാറ്റി നിവാരണം ചെയ്ത് സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ച ആ ഉപദേശം അതേപടി ഉൾക്കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ പ്രാർത്ഥന ഇന്നലെ കേട്ട പ്രാർത്ഥനയ്ക്കകത്ത് റൂഹ അവിഭാജ്യനാകുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ട് അതേ പ്രാർത്ഥനയിൽ തന്നെ അത് വിഭജിച്ചു കൊടുത്തു എന്നും കേട്ടല്ലോ. അപ്പൊ അതൊന്ന് വിശദീകരിക്കണോ? റൂഹ അവിഭാജ്യനാകുന്നു, വിഭജിച്ചു കൊടുത്തത് റൂഹായല്ല, വരങ്ങളാണ് വിഭജിച്ചു കൊടുത്തത്. വരങ്ങളാണ്. ആത്മാവൊന്ന്, വരങ്ങൾ പലത്. വരങ്ങൾ അതാതിൻ്റെ ഇഷ്ടത്തിന് പകുത്തു കൊടുക്കും. അതുകൊണ്ട് വരങ്ങളാണ് പകുത്തു കൊടുത്തത്. അത് ചോദിച്ച ആളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. റൂഹായല്ല വിഭജിക്കുന്നത്, വരങ്ങളാണ് വിഭജിക്കപ്പെട്ടത്. അപ്പൊ റൂഹ ആരാണ്? റൂഹ ഒരു വ്യക്തിയാണ്, ഒരു ശക്തിയല്ല. റൂഹ ഒരു വ്യക്തിയാണ്, ഒരു ന്യൂമായാണ്, ഹൈപ്പോസ്റ്റാസിസ്, വൺ പേഴ്സൺ ഇൻ ദ ഹോളി ട്രിനിറ്റി. അപ്പൊ അത് മനസ്സിലാക്കുക. സർവശക്തനായ ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്, സർവകൃപാലുവായ ദൈവമാണ്. അതുകൊണ്ട് റൂഹ ആരാണെന്ന് മനസ്സിലാക്കുക. ഈ പ്രാർത്ഥന നമുക്ക് ഏതാനും മിനിറ്റുകൾ നമുക്ക് ലെറ്റ് us listen prayerfully. ഓക്കെ. പ്രവർത്തിക്കുന്നവനുമാകുന്നു, വിശുദ്ധ റൂഹ എടുക്കുന്നവനാകുന്നു, എടുക്കപ്പെടുന്നവനല്ല. അവൻ പൂർത്തീകരിക്കുന്നവനാകുന്നു, പൂർത്തീകരിക്കപ്പെടുന്നവനല്ല. സംസാരിക്കുന്നവനാകുന്നു, സംസാരിക്കപ്പെടുന്നവനല്ല. ശുദ്ധീകരിക്കുന്നവനാകുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നവനല്ല. ദൈവമാക്കുന്നവനാകുന്നു, ദൈവമാക്കപ്പെടുന്നവനല്ല. റൂഹ സ്വയമായി ചലിക്കുന്നു, റൂഹ സ്വയമായി നിങ്ങൾ ശ്രദ്ധിച്ചു അതിനകത്ത് ദൈവമാക്കുന്നവനാകുന്നു, ദൈവമാക്കപ്പെടുന്നവനല്ല. റൂഹ ആരെയാണ് ദൈവമാക്കുന്നത്? റൂഹ തനിക്കായി ആലയങ്ങളെ പണിയുന്നു. റൂഹ പണിയുന്ന ആലയമാണ് നമ്മൾ. റൂഹ ദൈവമാക്കി മാറ്റുന്നത് നമ്മളെയാണ്. അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നമ്മുടെ മേൽ പകരുന്നത്. നമ്മളെ പുത്രത്വത്തിന്റെ പദവിയിലേക്ക് ഉയർത്തുകയാണ്. നമ്മൾ ആരുടെ മക്കളാണാകുന്നത്? ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ മക്കൾ ആരാണ്? ദൈവമാണ്. അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി, തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കാൻ റൂഹായോട് ബന്ധിച്ചിടുവാൻ. ഇപ്പൊ റൂഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റൂഹായുടെ ആഗമനത്തിന്റെ സ്കോപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഇവിടെ ഈ ചെപ്പട വിദ്യ കാണിക്കുന്ന അല്ല റൂഹ. പരിശുദ്ധ റൂഹ അതിനുവേണ്ടി അല്ല വരുന്നത്.
അതിനൊക്കെ ചെറിയ ചെപ്പടി വിദ്യയോ ജാലവിദ്യയോ അല്ല. പരിശുദ്ധ റൂഹ വന്നിട്ട് നമ്മെ ദൈവമാക്കി മാറ്റുകയാണ്. അതാണ് പ്രാർത്ഥിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ കേൾക്കുക. സംസാരിക്കപ്പെടുന്നവനെല്ലാം ശുദ്ധീകരിക്കുന്നവനാകുന്നു. ശുദ്ധീകരിക്കപ്പെടുന്നവനെല്ലാം ദൈവമാക്കുന്നവനാകുന്നു. ദൈവമാക്കപ്പെടുന്നവനല്ല. റൂഹ സ്വയമായി ചലിക്കുന്നു. റൂഹ സ്വയമായി അധികാരമുള്ളവനാകുന്നു. റൂഹ സ്വന്തം ശക്തിയാൽ ബലവാനാകുന്നു. റൂഹ സ്വന്തം മഹത്വത്താൽ മഹനീയനാകുന്നു. റൂഹ സ്വന്തം പ്രാബല്യത്താൽ പ്രബലനാകുന്നു. റൂഹ പ്രകാശവും പ്രകാശദാതാവുമാകുന്നു. റൂഹ കൃപാലും കൃപയുടെ ഉറവയുമാകുന്നു. റൂഹ നേരുള്ളവനാകുന്നു. റൂഹ തലവനാകുന്നു. റൂഹ കർത്താവാകുന്നു. റൂഹ പുത്രസ്വീകാര്യത്തിൻ്റെതാകുന്നു. റൂഹ സത്യവാനാകുന്നു. റൂഹ ജ്ഞാനിയാകുന്നു. റൂഹ വിവേകിയാകുന്നു. റൂഹ അറിവുള്ളവനാകുന്നു. റൂഹ നല്ല ദൈവഭയം നൽകുന്നു. റൂഹ തനിക്കായി ആലയങ്ങൾ നിർമ്മിക്കുന്നു. റൂഹ മാർഗദർശിയാകുന്നു. റൂഹ ആഗ്രഹിക്കുന്നതെല്ലാം പ്രവർത്തിക്കുന്നവനും എന്നാൽ യോഗ്യമായ വിധത്തിൽ മാത്രം ആഗ്രഹിക്കുന്നവനുമാകുന്നു. റൂഹ എല്ലാവർക്കും നൽവരങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നവനാകുന്നു. റൂഹ ആശ്വാസകനാകുന്നു. റൂഹ രാജകീയനാകുന്നു. റൂഹ പരാക്രമിയാകുന്നു. റൂഹ പൂർണ്ണ നൽകുന്നവനാകുന്നു. റൂഹ തികയ്ക്കുന്നവനാകുന്നു. റൂഹ വിഭാജനാകുന്നു. റൂഹ അപരിമിതനാകുന്നു. റൂഹ മനുഷ്യ സ്നേഹമുള്ളവനാകുന്നു. റൂഹ ദീർഘദർശിമാരെ പൂർണ്ണനാക്കുന്നു. റൂഹ സ്നേഹന്മാർക്ക് പരിപൂർണത നൽകുന്നു. റൂഹ സഹതന്മാരെ സന്നദ്ധരാക്കുന്നു. റൂഹ ദേവാലയങ്ങളെ അലങ്കരിക്കുന്നു. റൂഹ ഉപദേഷ്ടാക്കൾക്ക് ദിവ്യജ്ഞാനം നൽകുന്നു. റൂഹ പരമാർത്ഥികൾക്ക് ജ്ഞാനം നൽകുന്നു. റൂഹ നന്മകൾ പ്രവർത്തിക്കുന്നു. റൂഹ സർവശക്തനാകുന്നു. റൂഹ മുഖാന്തരം പിതാവ് അറിയപ്പെടുന്നു. റൂഹ മുഖാന്തരം പുത്രനിൽ വിശ്വസിക്കുന്നു. റൂഹ മാത്രം പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെടുന്നു. റൂഹായ്ക്ക് ജനകത്വമൊഴികെ പിതാവിനുള്ള സകലവുമുണ്ട്. റൂഹായ്ക്ക് ജനനവും ജഡധാരണവും ഒഴികെ പുത്രനുള്ളതെല്ലാമുണ്ട്. റൂഹ പിതാവിനേക്കാൾ കുറവില്ലാത്ത അനാദ്യന്തനാകുന്നു. റൂഹ പുത്രനേക്കാൾ ചെറുപ്പമല്ലാത്ത സ്വയംഭൂവാകുന്നു. റൂഹ പിതാവിനേക്കാൾ പൂർവികനോ പുത്രനേക്കാൾ പ്രായം കൂടിയവനോ അല്ലാത്ത നിത്യനാകുന്നു. പാറകിലീത്ത റൂഹാകുന്ന ദൈവമേ, ഈ സുഗന്ധധൂപം മൂലം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അപ്രമേയമായി നിന്റെ ഐശ്വര്യ സമൃദ്ധിയോട് യാചിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നിന്റെ ദൈവിക നൽവരങ്ങൾ ഞങ്ങളിൽ നവീകരിക്കണമേ. മാളികയിൽ വെച്ച് വിശുദ്ധ ശ്രീഹന്മാരിൽ എന്ന വിധം ഞങ്ങളിലും ആവസിക്കണമേ. നിന്റെ സ്വർഗീയ നൽവരങ്ങൾ ഞങ്ങൾക്ക് വിഭജിച്ചു തരണമേ. നിന്റെ ദിവ്യജ്ഞാനവും നിന്റെ ദിവ്യോപദേശങ്ങളും മൂലം ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ തിരുനിവാസത്തിന് ഞങ്ങളെ ആലയങ്ങളാക്കി തീർക്കണമേ. ഈ എല്ലാവരിലും ചൊരിയപ്പെട്ടിരിക്കുന്ന നിന്റെ കൃപയാകുന്ന പാനീയത്താൽ ഞങ്ങളെ ഉന്മത്തരാക്കണമേ.
നിന്റെ ദാനങ്ങളാകുന്ന വിശിഷ്ട ധനത്താൽ ഞങ്ങളെ ധനവാന്മാരാക്കണമേ. നിന്റെ കിരണകാന്തിയാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിനക്ക് വേണ്ടി ജീവിച്ച് നിനക്ക് വേണ്ടി പര്യവസാനിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. പാറകിലേത്ത റൂഹായാകുന്ന ദൈവമേ, ഞങ്ങൾ വെടുപ്പോടും വിശുദ്ധിയോടും കൂടി നിന്നെയും നീ മുഖാന്തരം നിന്റെ കൂടെ നീ ആരിൽ നിന്ന് പുറപ്പെടുന്നുവോ ആദർശനായ പിതാവിനെയും നീ ആരിൽ നിന്ന് എടുക്കുന്നുവോ വന്യനായ പുത്രനെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും വന്ദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്കുൽസ്ബാ ആൽമീൻ. പരിശുദ്ധ റൂഹ, പാറക്കലിത്തയായ റൂഹ, സത്യമതാം റൂഹ. ഈ പരിശുദ്ധാത്മാവ് വന്നതിനെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. പൊതുവെ സ്വീകരിക്കപ്പെടുന്നത് ആ മാളിക മുറിയിൽ വെച്ച് പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ളതാണ്. മാളിക മുറിയിൽ വെച്ചാണ് ഇവർ ആത്മാവിൽ നിറഞ്ഞത്. മറ്റൊരു വാദം, ആ സമയത്ത് വാദമല്ല, അതിന് പെന്തക്കോസ്ത് പെരുന്നാളാണ് നടക്കുന്നത്. രാവിലെ 9 മണി നേരമാണ്. 9 മണി നേരത്തെ ശുശ്രൂഷ അതിപ്രധാനമാണ്. അപ്പൊ അതിപ്രധാനമായ, പ്രത്യേകിച്ച് പത്രോസ് യോഹന്നാനും ഒക്കെ പ്രാർത്ഥനാ സമയം കൃത്യമായി ദൈവാലയത്തിൽ പോകുന്നവരാണ്. 3 അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ അതിപ്രധാനമായ ശുശ്രൂഷയുടെ സമയത്ത് ഒരിക്കലും അവര് ആ മുറിയിൽ അപ്പർ റൂമിൽ ഇരിക്കത്തില്ല, അവർ ദൈവാലയത്തിലായിരുന്നു എന്നുള്ള പ്രബലമായ ഒരു ചിന്തയുണ്ട്. രണ്ട് രീതിയിലും അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് 2 ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ യെരുശലേം ദൈവാലയത്തിനകത്ത് നിൽക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അത്രയും ആളുകൾ ആ പെരുന്നാളിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ധാരാളം മണ്ഡപങ്ങളുണ്ടായിരുന്നു. അതിൽ ശലോമോന്റെ മണ്ഡപം ഈ യേശുവിന്റെ ശിഷ്യന്മാരുടെ ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു, ശലോമോന്റെ മണ്ഡപം. അപ്പൊ ശലോമോന്റെ മണ്ഡപത്തിൽ വെച്ചാണ് പല കാര്യങ്ങളും യേശു പറഞ്ഞിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വൈകാരികമായ ഒരു ബന്ധം ആ സ്ഥലത്തോട് ഇവർക്കുണ്ട്. ഇത് ഓരോന്നും ഓരോ മണ്ഡപങ്ങളായിട്ട് പണിതിരിക്കുകയാണ്. അവിടെ ബെഞ്ചുകളുണ്ട്, അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പല ഗ്രൂപ്പുകൾ, യഹൂദന്മാരുടെ ഇടയിൽ തന്നെ പല സെക്റ്റുകളുണ്ട്. അപ്പൊ ഓരോ സെക്റ്റുകളും അതാത് സെക്റ്റുകൾക്കുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അവിടെ കൂടിയിരിക്കുകയും അവർ ചർച്ചകളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് പതിവായിരുന്നു. അങ്ങനെ യേശുവും ശിഷ്യന്മാരും പതിവായി യെരുശലേമിൽ ചെല്ലുമ്പോൾ അവർ ഇരുന്നിരുന്ന അവരുടെ ഒരു പതിവ് സ്ഥലമാണ് സോളമന്റെ മണ്ഡപം. അപ്പൊ ആ സോളമന്റെ മണ്ഡപത്തിലെ ഒരു മണ്ഡപത്തിന് കീഴിലാണ് ഇവർ ആ സമയത്ത് ഇരുന്നതെന്നും അവിടേക്കാണ് പരിശുദ്ധ റൂഹ വന്നതെന്നും പ്രബലമായ അഭിപ്രായമുണ്ട്. അതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ പഴയ നിയമ പ്രവചനങ്ങളുണ്ട്. ദൈവാലയത്തിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നതായിട്ടാണ് യെഹെസ്കേൽ കാണുന്നത്, പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെക്കുറിച്ച്. അപ്പൊ അങ്ങനെ 2 അഭിപ്രായമുണ്ട്. അത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. മാളികമുറിയിൽ എന്ന് അഭിപ്രായം ഹോൾഡ് ചെയ്യുന്നവരുമുണ്ട്, ശലോമോന്റെ മണ്ഡപത്തിൽ എന്ന അഭിപ്രായം ഹോൾഡ് ചെയ്യുന്നവരുമുണ്ട്. 2 രീതിയിലും ആളുകൾ പറയുന്നുണ്ട്. മാളികമുറിക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. നമ്മുടെ കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി സ്തോത്രം ചൊല്ലി നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ ആ വിശേഷപ്പെട്ട മാളികമുറി തന്നെയാണ്. എല്ലാ സംഭവങ്ങളും ആ മാളികമുറിയിൽ തന്നെയാണ് സംഭവിച്ചത്. കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതും മത്തിയാസിനെ ചീട്ടിട്ടെടുത്തതും പരിശുദ്ധാത്മാവ് വന്നതും എല്ലാം ആ മാളികമുറിയിൽ തന്നെയാണ് എന്ന് ബാറബ്രായ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പല സഭാപിതാക്കന്മാരും ആ ആശയത്തോട് അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നു. മറ്റൊരു അഭിപ്രായമുണ്ട്, അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് റൂഹ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോ 4 തെരുവിൽ വിൽക്കുന്നതല്ല റൂഹ എന്ന് നമ്മൾ മനസ്സിലാക്കണം. 4 തെരുവിൽ വിൽക്കുന്ന, 4 തെരുവിൽ കുത്തിയിരിക്കുന്ന തെണ്ടിയല്ല എൻ്റെ ദൈവമെന്ന് പണ്ടൊരു കവി പാടിയായിരുന്നു. ഐ തിങ്ക് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാന്ന് തോന്നുന്നു. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ചീപ്പ് ഗിമ്മിക്കുകളോ ഒന്നും കാണിക്കുന്നില്ല. ഇപ്പൊ കേട്ട പ്രാർത്ഥന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും റൂഹ ആരാണ്.
സത്യമതാം വാഗ്ദത്തം ശ്ലീഹർക്കായി ഈ ദിവസത്തിൽ പ്രേക്ഷിപ്പിച്ചോനേ ദേവാ, ദയ ചെയ്തിടണമേ. നിർമ്മല റൂഹായേ ധന്യശ്ലീഹ ഈ ദിവസത്തിൽ പ്രേക്ഷിപ്പിച്ചോനേ ദേവാ, ദയ ചെയ്തിടണമേ. വിമലാത്മം ശ്ലീഹന്മാരിലിറങ്ങി അവരെ വാഴ്വിൻ നിറവുള്ളോരാക്കി ദേവാ, ദയ ചെയ്തിടണമേ. പ്രേക്ഷിപ്പിച്ച പരിശുദ്ധാത്മാത്തെ ഞങ്ങൾക്കുൾക്കൺ തെളിവേകുക ദേവാ, ദയ ചെയ്തിടണമേ. വിമലത ഞങ്ങൾക്കേവർക്കും നൽക രക്ഷകനേ നിൻ ജീവദരൂഹായാൽ ദേവാ, ദയ ചെയ്തിടണമേ. ശുദ്ധിയും ശിഷ്യസമൂഹത്തിന തീനാവുകളെ പാകം ചെയ്തോനേ ദേവാ, ദയ ചെയ്തിടണമേ. സംവൃതരാം ശ്ലീഹർക്കെരുതിനാവായി പരിശുദ്ധാത്മാവിനെ ഭാഗിച്ചോനേ ദേവാ, ദയ ചെയ്തിടണമേ. സുവിശേഷം ഘോഷിപ്പാൻ റൂഹായ ശ്ലീഹന്മാരെ വിജ്ഞാനികളാക്കിയ ദേവാ, ദയ ചെയ്തിടണമേ. ബാറക്കുമോ മെൻവോലം വാദാമുൽവോലം ഉൽമീനാമേ. നമ്മൾക്കിന്ന സ്നേഹരിലാവാസം ചെയ്ത വിശുദ്ധാത്മാവിനെ വന്ദിക്കാം ദേവാ, ദയ ചെയ്തിടണമേ. അപ്പൊ ഈ പരിശുദ്ധ റുഹായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതിന്റെ നൽവരങ്ങൾക്കായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ റുഹ നൽവരങ്ങളെ എല്ലാവർക്കുമായി വിഭജിച്ച് നൽകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ അതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 25-ാം വാക്യം. എന്നാൽ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോട് അരുളി ചെയ്തു, അവന്മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പിന്നെ അങ്ങനെ ചെയ്തില്ല. എന്നാൽ ആ പുരുഷന്മാരിൽ 2 പേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു. ഒരുത്തന് എൽദാദ് എന്നും മറ്റവന് മേദാദ് എന്നും പേർ. ആത്മാവ് അവരുടെ മേലും ആവസിച്ചു. അവരും പേരെഴുതിയവരിൽ ഉള്ളവർ ആയിരുന്നു എങ്കിലും കൂടാരത്തിലേക്ക് ചെന്നിരുന്നില്ല. അവർ പാളയത്തിൽ വെച്ച് പ്രവചിച്ചു. അപ്പോൾ ഒരു ബാല്യക്കാരൻ മോശയുടെ അടുക്കൽ ഓടിച്ചെന്ന് എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നെന്ന് അറിയിച്ചു. എന്നാൽ നൂന്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന യോശുവ, എന്റെ യജമാനനായ മോശയെ അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു. മോശ അവനോട്, എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാവുകയും യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. ഇത് നോക്കുക. അപ്പോ ഒരുത്തൻ സിസ്റ്റമാറ്റിക് ആയിട്ട് അവരുടെ ആ സംവിധാനത്തിന് കീഴിലല്ലാതെ 2 പേര് പാളയത്തിൽ പ്രവചിക്കുമ്പോ നൂന്റെ മകനായ യോശുവ പറയും, അവരെ വിരോധിക്കണമേ. സെയിം കാര്യം നമ്മൾ കാണുന്നേ. കർത്താവായ യേശുവിനോട് ശിഷ്യന്മാർ പറയുന്നു, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു, അവനെ വിരോധിക്കണമേ.
മോശ പറയാണ്, ഹോ, ദൈവത്തിന്റെ ജനം മുഴുവൻ ആത്മാവിൽ നിറഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു പറയാണ്, വേണ്ട, അവരെ വിരോധിക്കേണ്ട. എന്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ എന്നെ തള്ളിപ്പറയാൻ അവർക്ക് കഴിയത്തില്ല. ലെറ്റ് ദം ഡു. അപ്പൊ ഈ പുറത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ, കർത്താവിന്റെ സഭ, ആ സഭ സ്ഥാപിക്കപ്പെട്ട, അതാണ് കൂടാരം എന്ന് പറയുന്നത്. ആ കൂടാരമില്ലാതെ, ആ കൂടാരത്തിലല്ലാതെ പല ആളുകളും ആത്മാവിൽ നിറഞ്ഞ് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ വിരോധിക്കുന്നില്ല. യേശു കർത്താവാണെങ്കിലും മോശയാണെങ്കിലും വിരോധിക്കുന്നില്ല. സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ ജ്ഞാനം കൊണ്ട് നിറയട്ടെ. യഹോവയുടെ ജ്ഞാനം കൊണ്ട് നിറയട്ടെ. അപ്പൊ അതുകൊണ്ട് കൂടാരത്തിന് പുറത്ത് ചില ആളുകൾ ആത്മാവിൽ പ്രവചിച്ചെന്നിരിക്കാം, കൂടാരത്തിന് പുറത്ത് രോഗികളെ സൗഖ്യമാക്കിയെന്നിരിക്കാം. പക്ഷെ കൂടാരത്തിന് പുറത്താകുമ്പോൾ എന്താണ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ ആത്മാക്കളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ വിമലത നിറയും ശുദ്ധാത്മാവ് നിങ്ങൾക്കായി, നിങ്ങളെ എക്വിപ്പ് ചെയ്യുവാൻ, നിങ്ങളെ എംപവർ ചെയ്യുവാൻ, നിങ്ങളെ എൻലൈറ്റൻ ചെയ്യുവാൻ ഈ ഹോളി സ്പിരിറ്റിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. ഇത് പിതാക്കന്മാർ ആയിട്ട് എഴുതിയിരിക്കുന്ന പ്രാർത്ഥനകളാണ്. തലമുറകളായി പാടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകളാണ്. ഇറ്റ് വാസ് സോ വണ്ടർഫുൾ. അത് വളരെ നല്ലതാണ്. നിങ്ങളിൽ സാധിക്കുന്ന ആളുകൾ ഈ ശുശ്രൂഷയിൽ പോയി പങ്കെടുക്കുക. ഞാനതിൻ്റെ ഒരു ഫോർടേസ്റ്റ് ആയിട്ട് 2 പ്രാർത്ഥന മാത്രമാണ് നമ്മൾ കേട്ടത്. ബാക്കി ധാരാളം പ്രാർത്ഥനകളും അപേക്ഷകളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. എന്നിലൊരമലം ഹൃദയത്തെ സൃഷ്ടിക്കുക ദേവേശ, നൂതനമാക്കുക നിൻ സുസ്ഥിര റൂഹായെ എന്നിൽ. ഹല്ലേലൂയ. ഈ പെന്തക്കോസ്ത് പെരുന്നാളിൽ ഇപ്പൊ കേട്ടത് ദാവീദിന്റെ മസ്മൂറയാണ്, ദാവീദിന്റെ പ്രാർത്ഥനയാണ്. കർത്താവേ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഡു നോട്ട് ടേക്ക് ദൈ ഹോളി സ്പിരിറ്റ് ഫ്രം മീ, റിസ്റ്റോർ ദ ജോയ് ഓഫ് യുവർ സാൽവേഷൻ. അപ്പൊ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഞാൻ ഒരിക്കൽ വിമർശിച്ചിട്ടുണ്ട്. ഈ കുർബാനയുടെ അവസാനവും പട്ടക്കാരൻ പറയും, ഞാനോ ബലഹീനനും പാപിയും ആകുന്ന ദാസനാകുന്നു. വെച്ചിരിക്കുന്ന അപ്പം പുളിപ്പുള്ള അപ്പം, പുളിപ്പില്ലാത്ത അപ്പമല്ല, പുളിപ്പുള്ള അപ്പം. എല്ലാത്തരം ബലഹീനതകളോടും എല്ലാത്തരം പാപ വീഴ്ചകളോടും കൂടെ നമ്മെ സ്വീകരിക്കുന്ന കർത്താവ്. സകല യാഗങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പം പറഞ്ഞിട്ട് ഈ പെന്തക്കോസ്തിക്ക് മാത്രം പുളിപ്പുള്ള അപ്പം പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ എല്ലാ ബലഹീനതകളോടും നിന്റെ എല്ലാ കുറവുകളോടും നിന്റെ എല്ലാ പാപ വീഴ്ചകളോടും അതേപടി നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ സ്വീകരിച്ചിരിക്കും. യു ആർ അക്സെപ്റ്റഡ്, യു ആർ ഇൻക്ലൂഡഡ്. യെസ്, അതുകൊണ്ടാണ് പറഞ്ഞത് പുളിപ്പുള്ള അപ്പം. എന്നാൽ ഈ പുളിപ്പുള്ള അപ്പം ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്നതല്ല. ഇനി ഞാൻ പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. ആ പുളിപ്പുള്ള അപ്പം ചുട്ടെടുക്കണം. ചുട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പുളിപ്പ് അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ അഡ്വാൻസിങ് ഇല്ല. പിന്നീട് അത് പുളിക്കത്തില്ല, അധികം പുളിക്കത്തില്ല. അവിടെ പുളിപ്പിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി നമ്മൾ മാറിക്കഴിയുമ്പോൾ, ആകയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളാകുന്നു നിങ്ങളുടെ ശരീരങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി മാറിക്കഴിയുമ്പോൾ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിക്കുകയാണ്. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നവൻ ജീവിക്കും. അപ്പം ആത്മാവ് വന്നു കഴിയുമ്പോൾ ആ അഗ്നിയാണ്. ആ അഗ്നിയിൽ ഈ പുളിപ്പുള്ള അപ്പം ചുടപ്പെടുകയാണ്. അതുകൊണ്ട് പുളിപ്പിച്ച മാവ് കൊണ്ടുള്ള ഈ അപ്പം ചുട്ടെടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. എങ്കിലും
ദൈവം കാണിച്ച ആ മഹാകരുണ, ആ കരുണയിൽ മാത്രമാണ് നമ്മൾ പുകഴുന്നത്. സോ കുറിയ ലൈസോൻ, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ, കർത്താവെ കരുണ ചെയ്യണമേ. ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ, കർത്താവെ കരുണ ചെയ്യണമേ. ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ, കർത്താവെ കരുണ ചെയ്യണമേ. അതായിരിക്കട്ടെ നിങ്ങളുടെ അധരങ്ങളിൽ എപ്പോഴും ചലിച്ചു നിൽക്കുന്ന വാക്ക്. അത് പ്രാർത്ഥന നിങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. എപ്പോഴും പ്രാർത്ഥിപ്പീൻ എന്ന് പൗലോസ്ലീഹ എഴുതിയിരിക്കുന്ന, അതിനാണ് എങ്ങനെയാണ് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, തോട്ടം നനയ്ക്കുമ്പോൾ, നിങ്ങൾ തുണി തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, വസ്ത്രങ്ങൾ ഇസ്തിരി ഇടുന്ന സമയത്ത്, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് ജസ്റ്റ് കുറിയ ലൈസോൻ. ദാറ്റ് ഈസ് നോട്ട് എ മാജിക് വേർഡ്. ഓപ്പൺ സിസൈം എന്ന് പറഞ്ഞ് ആലിബാബ ഗുഹ തുറന്ന പോലത്തെ മാജിക് വേർഡ്. ദർ ഇസ് നോ മാജിക്കൽ വേർഡ് ഇൻ ക്രിസ്ത്യാനിറ്റി, ഇൻ ക്രിസ്ത്യൻ തിയോളജി. അങ്ങനെ മാജിക്കൽ വേർഡ് ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക്കൽ വേർഡാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കൽ വേർഡാണ്. അങ്ങനെ ഒരു ബോധം, ഇവാഞ്ചലിക്കൽ ഇൻഫ്ലുവൻസിൽ അങ്ങനെ ഒരു കോൺഷ്യസ്. അതുകൊണ്ട് നമ്മളെ എന്ത് പറ്റുന്ന സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി, യേശുവിൻ്റെ രക്തം, ഇങ്ങനെ അങ്ങ് പറയുകയാണ്. ഒരു മാജിക്കൽ വേർഡും ഇല്ല. ഒരു മാജിക്കൽ വേർഡും, അങ്ങനെ ഒരു വേർഡിനും ഒരു പവറും ഇല്ല. ഇത് റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മളെ ബന്ധിക്കുകയാണ്. ആ റിലേഷൻഷിപ്പിൽ നിന്നാണ് നമുക്ക് ബ്ലെസ്സിങ്സ്, നമുക്ക് അനുഗ്രഹങ്ങൾ, നമുക്ക് ഡെലിവറൻസ്, ഹീലിംഗ് എല്ലാം അവനിൽ നിന്ന് ലഭിക്കും. അതാണ് കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഏവങ്കേലിയോൻ അതാണ്. കൊമ്പിന് മുന്തിരിവള്ളി. അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ എന്നെ വിളിച്ചറിയിക്കുക. അപ്പൊ നിങ്ങൾ കേൾക്കും കൊമ്പിന് മുന്തിരിവള്ളി വസിച്ചിട്ടല്ലാതെ. അപ്പൊ ഏവങ്കേലിയോൻ വായിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ തനിയെ ഫലം കായ്പാൻ കഴിയുകയില്ല. നമ്മളെ ഫലം കായ്പിക്കുന്നവരായിട്ട് ഈ മുന്തിരിവള്ളിയിലെ കൊമ്പുകളാക്കി നമ്മളെ മാറ്റി തീർക്കുന്നത് ഈ പരിശുദ്ധ റൂഹയാണ്. കാട്ടൊലിവായിരുന്ന നമ്മളെ നാട്ടൊലിവോട് ഒട്ടിച്ചേർക്കുകയാണ്. എങ്ങനെയാണ്? കാട്ടൊലിവായിരുന്ന നമ്മളെ നാട്ടൊലിവോട് ഒട്ടിച്ചേർക്കുകയാണ്. അപ്പൊ രണ്ടപ്പമാണ്. കാട്ടൊലിവിനെ പ്രതിദാനം ചെയ്യുന്ന ഒരപ്പവും നാട്ടൊലിവിനെ പ്രതിദാനം ചെയ്യുന്ന മറ്റൊരപ്പവും. രണ്ടപ്പമാണ് പെന്തക്കോസ്തിയിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ഇനി മുതൽ രണ്ടപ്പമില്ല, ഇനി മുതൽ ഒറ്റയപ്പമേ ഉള്ളൂ. അതാണ് മലങ്കരയിലെ സുറിയാനി സഭയിൽ സംഭവിച്ചത്. ഒരപ്പമാണ്. പെന്തക്കോസ്ത് എന്ന് പേരുള്ള പല സഭകളിലും ഒരപ്പമല്ല, രണ്ടപ്പമാണ്. ജാതി വിവേചനം അതിക്രൂരമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. ജാതിയുടെ പേരിൽ ഒക്കെ അവർ പല അപ്പം വെച്ചിട്ടുണ്ട്. സുറിയാനി സഭയിൽ അതിൽ ഒറ്റയപ്പം വരും. സുറിയാനി സഭ എന്ന് പറഞ്ഞാൽ അത് വംശീയതയൊന്നുമല്ല. ആ സഭയിൽ വന്നിട്ട് ഒരു വിവേചനമില്ല. ഞാൻ വെറുതെ പറയുന്നല്ല, അല്ലെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. അതുകൊണ്ട് ഒന്നായി മാറട്ടെ. അപ്പം ഒന്നാകെ കൊണ്ട് പലരായി നാം ഒരു ശരീരമായി മാറുക. ഈ പെന്തക്കോസ്ത് പെരുന്നാളിന്റെ എല്ലാ ശുഭതയും എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഒരു ഒരുക്കത്തോടെ പ്രതീക്ഷയോടെ ഈ പെരുന്നാളിൽ പങ്കെടുക്കുവാൻ, അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, പരിശുദ്ധ റൂഹായാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായി മാറുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ എല്ലാ കൃപയും കരുണകളും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകളാണ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ 2-3 പ്രാർത്ഥന മാത്രമാണ് നമ്മൾ കേട്ടത്. അതുകൊണ്ട് ബാക്കി പ്രാർത്ഥനകൾ നിങ്ങൾ പോയി കേൾക്കുക. അത് വളരെ നല്ലതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ധാരാളമായിട്ട്. പരമോന്നതമാം പദമതിലമരും പരനാം ദേവാ, കൃപ നിറയും നിൻ തിരുനയനത്താൽ
സൂക്ഷിക്കണമേ. ചേർത്തിടണമേ ഞങ്ങളെ ദിവ്യ ശ്ലീബാണലിൽ. താവക കൃപയി പൂജക നിവഹേ വർഷിക്കണമേ. കഴുകിയിടണമേ കറകളെല്ലാം തിരുസോപ്പായ. ഓർത്തിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പീഴകൾ. ശോകം നിറയും ലോകനിവാസം വിട്ടുപിരിഞ്ഞോ കേകുക മോദം ശോഭനമാകും ശാശ്വത ഗേഹേ. എൻ ദേവേശ എൻ ദേവേശ നീയൊരുവൻ താൻ. മരണവിഹീനൻ സ്ഫടികരഥസ്ഥ പരമോന്നതനേ. യോബു സുഗിരിമേ ദാവീദരജൻ തൻയാതം പോ കൈക്കൊള്ളണമേ യേശു ക്രിസ്ത ഈ കുർബാന. നിങ്ങൾ ഈ ഭാഗത്ത് വരുമ്പോൾ കേൾക്കുന്നത് വാങ്ങിപ്പോയ പിതാക്കന്മാർക്ക് വേണ്ടി വിശുദ്ധന്മാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ അവസാനം വരുമ്പോഴേക്കും ഡീപ്പ് കമ്മ്യൂണിയനിലേക്ക് വരിക. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം സ്വർഗവും ഭൂമിയും രണ്ടല്ല, ഒന്നാ. എല്ലാത്തിനും യുണൈറ്റ് ചെയ്യിക്കുകയാണ് ഹോളി സ്പിരിറ്റ്. ഒന്നിനെ ഡിവൈഡ് ചെയ്യിക്കുന്നില്ല. മരണത്തിന് പോലും നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല. മരണത്തിന് പോലും നമ്മെ വേർപിരിക്കാൻ കഴിയത്തില്ല. ഇനി മുതൽ വാങ്ങിപ്പോയവരെന്നോ ശരീരസ്ഥരോ എന്നോ വ്യത്യാസമില്ലാതെ, ദൂരസ്ഥരെന്നോ സമീപസ്ഥരെന്നോ വ്യത്യാസമില്ലാതെ, യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ, ജ്ഞാനിയെന്നോ ബർബരനെന്നോ വ്യത്യാസമില്ലാതെ, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ, ചെറുപ്പക്കാരനെന്നോ വൃദ്ധനെന്നോ വ്യത്യാസമില്ലാതെ, വ്യത്യാസങ്ങളെ മാറ്റുന്ന ആ പരിശുദ്ധ റൂഹ വന്നങ്ങ് നിറയുന്ന സമയമാണ്. സോ എല്ലാവരും കൂടെ ഒന്നാകുക, എല്ലാവരും. അപ്പൊ അതാണ് സ്വർഗവും ഭൂമിയും ഒന്നായി മാറുന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. അതിന്റെ മുന്നാസ്വാദ്യമാണ് സുറിയാനി സഭയുടെ ആരാധനയിൽ പങ്കെടുത്ത് അനുഗ്രഹിക്കപ്പെടുവാൻ, അതിന്റെ അർത്ഥഗരിമയോടുകൂടെ ആരാധനയിൽ പങ്കെടുത്ത് അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അനിൽ ടി തോമസ് എഴുതിയ കമന്റ്, താങ്ക് യു അനിൽ ടി തോമസ്, ദാറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് എഡിഫൈങ്. അത് മർക്കോസിന്റെ മാളിക മുറിയുടെ അടുത്ത് തന്നെയാണ് ദാവീദിന്റെ കല്ലറ എന്ന്. അദ്ദേഹം ഈയിടെ യെരുശലേമിലൊക്കെ പോയായിരുന്നു. സോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു.